എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയർ ടോപ്പിക്കായ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി വരുന്ന LDC എക്സാംസിനൊക്കെ ഇതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു ടോപ്പിക്കാണ് വിഴിഞ്ഞം. അപ്പോൾ നമുക്ക് ഇന്നത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തിയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോയിന്റ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്? വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ എന്താണ്? പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് ഗതാഗത പാതയോട് തൊട്ടടുത്തുള്ള തുറമുഖം. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ എന്താണ്? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് ഗതാഗത പാതയോട് തൊട്ടടുത്തുള്ള തുറമുഖമാണ് നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖം. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ് ഷിപ്പ്മെൻറ്റ് പോർട്ടാണ്. അപ്പോൾ എന്താണ് വിഴിഞ്ഞം? രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ് ഷിപ്പ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം. മറക്കല്ലേ? അപ്പോൾ അതുപോലെ തന്നെ PPP മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് PPP മാതൃക? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ്. അത് തന്നെയാണ് ഇവിടെ. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടത്തിപ്പ് ചുമതല ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? അദാനി ഗ്രൂപ്പിനാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല കൊടുത്തിരിക്കുന്നത്. എത്ര വർഷത്തേക്കാണ്? 40 വർഷത്തേക്കാണ് നടത്തിപ്പ് ചുമതല കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40 വർഷത്തേക്കാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അദാനി ഗ്രൂപ്പിന് നടത്തിപ്പ് ചുമതലയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ്. അപ്പോൾ ഇത് ഇത്രയും പോയിന്റ്സ് ഇതുമായിട്ട് വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട ബേസിക് പോയിന്റ്സ് ആണ്. അതൊന്നുകൂടെ നമുക്കൊന്ന് പഠിച്ചങ്ങ് പോവാം. അപ്പോൾ എന്താണ്? പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് ഗതാഗത പാതയോട് തൊട്ടടുത്തുള്ള തുറമുഖമാണ് നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ് ഷിപ്പ്മെൻറ്റ് പോർട്ടാണ്. രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ് ഷിപ്പ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, PPP മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള തുറമുഖം. അതുപോലെ തന്നെ നടത്തിപ്പ് ചുമതല ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? അദാനി ഗ്രൂപ്പിനാണ് നടത്തിപ്പ് ചുമതല കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, അപ്പോയിൻമെൻറ്റ്സ് വരുന്നതാണ്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അഥവാ MD ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിവ്യ S അയ്യരാണ്. അപ്പോൾ ആരാണ്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ S അയ്യർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പിച്ചോ ഇതിന് ഈ ചോദ്യം ചോദിച്ചിരിക്കും. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ S അയ്യർ. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO ആരാണ്? ശ്രീകുമാർ K നായർ. ഇത് തമ്മിൽ തിരിഞ്ഞു പോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അഥവാ MD ആണ് ദിവ്യ S അയ്യർ. മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ S അയ്യർ. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO ആണ് ശ്രീകുമാർ K നായർ. തമ്മിൽ തിരിഞ്ഞു പോലെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഇതിൽ രണ്ടും ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത പോയിന്റിലോട്ട് പോവാം. അതായത് വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ അത് തറക്കല്ലിട്ട ഡേറ്റും ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5-നാണ്. മറക്കല്ലേ? വിഴിഞ്ഞം തുറമുഖം തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി സാറാണ് അന്നത്തെ മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി അല്ലായിരുന്നു. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് എന്നാണ്? ഈ അടുത്തിടയ്ക്കാണ്. 2024 ജൂലൈ 12-നാണ് ആണ്. ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രിയായ നമ്മുടെ പിണറായി വിജയനാണ് ആദ്യ മദർഷിപ്പിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിൻ്റെ ഉദ്ഘാടനം എന്നായിരുന്നു? 2024 ജൂലൈ 12. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ഓർത്ത് വെച്ചോണേ. വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിൻ്റെ ഉദ്ഘാടനം എന്നാണ്? 2024 ജൂലൈ 12-ന് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് 2023 ഒക്ടോബർ 15-ആണ്. 2023 ഒക്ടോബർ 15-ന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിൻ്റെ ഉദ്ഘാടനം 2024 ജൂലൈ 12-ന് പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. മറക്കല്ലേ? പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത്
വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന താലൂക്ക് ഏത്? ഇടയ്ക്കിടയ്ക്കൊക്കെ PSC ചോദിക്കുന്നതാണ് ഇങ്ങനെ. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര താലൂക്കാണ്. മറന്നുപോലെ നെയ്യാറ്റിൻകര താലൂക്കാണ്. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ പറയണം നെയ്യാറ്റിൻകര താലൂക്ക്. അപ്പോൾ അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കോവളമായിട്ട് ബന്ധപ്പെട്ട് കോവളത്തിലെ MLA ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലെ കോവളത്തിലെ MLA ആരാന്ന് ചോദിച്ചാൽ കോവളം നിയമസഭാ മണ്ഡലത്തിലെ MLA ആരാന്ന് ചോദിച്ചാൽ M. വിൻസെൻ്റ് ആണ്. കോവളത്തെ MLA ആരാണ്? അപ്പോൾ M. വിൻസെൻ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം ഏതാണ്? കോവളത്തെ MLA ആരാണ്? M. വിൻസെൻ്റ്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കാർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് INNYY1 എന്നാണ്. അതായത് INNYY1 എന്നാണ്. IN എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എന്നും NYY എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നെയ്യാറ്റിൻകര എന്നുമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ലൊക്കേഷൻ കോഡ് എന്താണ്? INNYY1 കേട്ടോ. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ മദർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാൻ ഫെർണാണ്ടോ ആണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. അതൊരു നെതർലാൻഡ് കമ്പനിയുടെ മദർഷിപ്പാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. മദർഷിപ്പ് എന്ന് പറയുമ്പോൾ വലിയൊരു ഷിപ്പാണ്. അതിനകത്ത് തന്നെ ഷിപ്പുകളും കാര്യങ്ങളും കാരിയറും അതൊക്കെ കൊണ്ടുവരുന്നൊരു സംഭവമാണ്. ചരക്കൊക്കെ കൊണ്ടുവരുന്ന സംഭവമാണ് ഈ മദർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ. അത് നെതർലാൻഡ് കമ്പനിയാണ്. സാൻ ഫെർണാണ്ടോ എന്ന് പറയുമ്പോൾ നെതർലാൻഡ് കമ്പനിയാണ്. അതോടെ ഒന്ന് ഓർത്ത് വെച്ചോ. പിന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ ചരക്ക് കപ്പലാണ് ഷെൻഹുവ 15 കേട്ടോ. ഷെൻഹുവ 15. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഷെൻഹുവ 15. ചൈനയിലാണ്. പേര് കേൾക്കുമ്പോഴേ അറിയില്ലേ, ഷെൻഹുവ എന്നൊക്കെ പേര് കേൾക്കുമ്പോഴേ അറിയാം ചൈനയാണ്. ഷെൻഹുവ 15 ആണ് ആദ്യ ചരക്ക് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ. രണ്ടാമത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെൻഹുവ 29 കേട്ടോ, 29. ഷെൻഹുവ 15ഉം ഷെൻഹുവ 29. 15ൻ്റെ കൂടെ 15 കൂട്ടും 30 അല്ലേ? എന്നിട്ട് ഒന്ന് കുറച്ചാൽ പോരെ. അപ്പോൾ ഷെൻഹുവ 29 കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 അഥവാ 15 ചൈനയിലെയാണ്. അത് രണ്ടാമതെത്തിയത് ഏതാണ്? ഷെൻഹുവ 29. 15 കഴിഞ്ഞ 29. ഓർത്ത് വെച്ചോണം, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലിൻ്റെ എണ്ണം ഏതൊക്കെ ചരക്ക് കപ്പലാണ്? ഷെൻഹുവ 15ഉം ഷെൻഹുവ 29ഉം. മാർക്കല്ലേ. അടുത്തത് അതിൻ്റെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം. അതോടെ ഓർത്ത് വെച്ചോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ ആഴം എത്രയാണെന്ന് പറഞ്ഞാൽ 18 മീറ്ററാണ് ആഴം വരുന്നത് കേട്ടോ. 18 മീറ്റർ ആഴം വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. ആഴം എത്രയാണ്? 18 മീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ സ്ഥാപിക്കുന്ന തുറമുഖമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ സ്ഥാപിക്കുന്ന തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാം. രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ നിർമ്മിച്ചത് എവിടെയാണ്? IIT മദ്രാസിലാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് അതിൻ്റെ പേരാണ് തുറമുഖ നാവിഗേഷൻ സെൻറ്റർ. പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ. അത് നിർമ്മിച്ചത് IIT. നിർമ്മിച്ചത് ആരാന്നൊക്കെ PSC ചോദിക്കും. അപ്പോൾ പറയണം, നിർമ്മിച്ചത് ആരാണ്? IIT മദ്രാസാണ്. IIT മദ്രാസാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിഴിഞ്ഞം തുറമുഖത്തിന് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ISPS അവാർഡ് അംഗീകാരം ലഭിച്ചതെന്നാണ് 2024 ഏപ്രിലാണ്. അപ്പോൾ എന്താണ്, ഇന്ത്യയിലെ വിഴിഞ്ഞം തുറമുഖത്തിന് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ISPS അംഗീകാരം ലഭിച്ചതെന്നാണ് 2024 ഏപ്രിലാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടതാണ്, നിലവിലെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ്. ഓർത്ത് വെച്ചാണ്, VN വാസവനാണ്. അപ്പം കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവൻ. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ. കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവൻ. മറക്കല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് കൊടുത്ത് വെച്ചാൽ ചിലപ്പോൾ PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്നത് വിഴിഞ്ഞത്തെയാണ്. പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ വിഴിഞ്ഞത്തെയാണ്.
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു മാർക്ക് എന്തായാലും ഷുവറായിട്ട് ഇനി വരുന്ന LDC എക്സാംസിനൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതൽ, ചോദിക്കാൻ ചാൻസ് നല്ല ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് വിഴിഞ്ഞം തുറമുഖമായിട്ടുള്ള പോയിന്റ്. അപ്പോൾ മാക്സിമം നിങ്ങളിത് പ്രയോജനപ്പെടുത്തി കാണാൻ ശ്രമിക്കുക, വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. ടെലഗ്രാം ചാനലിലൂടെ അതിനകത്താണ് നമ്മൾ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ LDC സീരീസ് ക്ലാസ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ ക്ലാസ്. അത് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ തിരുവനന്തപുരം എക്സാംസിനൊക്കെ പ്രീവിയസ് സയൻസ് ഭാഗം ആയിക്കോട്ടെയൊക്കെ സയൻസിൽ നിന്നൊക്കെ പ്രീവിയസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. നമ്മുടെ റിവിഷൻ ക്ലാസ് ഇതൊക്കെ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങളൊന്നും കാണാൻ ശ്രമിക്കുക. ഇനി എക്സാം എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിനോടൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ് ഉടനെ തന്നെ എത്തുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് എടുത്തു തരാം, റെഡിയാക്കി തരാം. ഏതെങ്കിലും ഡൗട്ട്ഫുള്ളായിട്ട് ഏതെങ്കിലും ക്ലാസ് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് എടുത്തു തരാം. കറണ്ട് അഫെയറോ അത് സയൻസ് പാർട്ടിലോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.